ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് തുടങ്ങിയ സമയത്ത് കേന്ദ്ര സർക്കാരിലെ ചില മന്ത്രിമാരും അതിതീവ്രമായിട്ടുള്ള ഹിന്ദുത്വ ഗ്രൂപ്പും RSSകാരും സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ നരേറ്റീവ്സ് ഒക്കെ പറഞ്ഞ എന്തുവെന്നറിയോ, ഇതിനെ ഗവൺമെൻറ് ഈസി ആയിട്ട് അടിച്ചങ്ങ് ഒതുക്കും. കാശ്മീർ ഒതുക്കി, പിന്നെ ഡൽഹിയിൽ ഒതുക്കാൻ പറ്റത്തില്ലേ? ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ട സംഭവമാണ്. ഇവർ സ്ഥിരമായിട്ട് അവരുടെ മീഡിയ സോഴ്സിലും സോഷ്യൽ മീഡിയയിലും നരേറ്റീവ്സിലും വാട്സപ്പിലും ഇതങ്ങ് സ്ഥിരമായിട്ടങ്ങ് അടിച്ചു കൊടുത്തു. അതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ധാരണ. ഡൽഹി പോലീസിനെ കൊണ്ടും പാരാമിലിറ്ററിയെ കൊണ്ടും ഈസി ആയിട്ട് ഈ CJPയുടെ പ്രൊട്ടസ്റ്റ് അടിച്ചൊതുക്കാൻ പറ്റും. ഒരൊറ്റ ലാത്തി ചാർജ് തീരും. പക്ഷെ ഉണ്ടായത് ഈ പാർലമെൻറ്റ് മാർച്ചോട് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിന് മനസ്സിലായി അവരുടെ കയ്യിൽ നിൽക്കുന്ന ഗെയിമല്ല ഇത്. കാരണം അവിടെ നടന്ന ബ്രൂട്ടാലിറ്റി എന്ന് പറയുന്നത്, പോലീസിൻ്റെ ബ്രൂട്ടാലിറ്റി, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ബ്രൂട്ടാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനും വലിയ തീയായിട്ടങ്ങ് മാറി. ഇതാണോ മോദി ഗവൺമെൻറ് എന്ന രീതിയിൽ BJPയെ സപ്പോർട്ട് ചെയ്യുന്നവരും BJPയുടെ ഫാമിലിയിൽ നിന്ന് വരുന്ന വോട്ടേഴ്സും അവരും ചോദിക്കാൻ തുടങ്ങി, ഇത് പറ്റില്ല, ഇതൊരു കീഴടങ്ങലാണ്, ഇത് ജനാധിപത്യത്തിനെതിരാണ്, സമരം ചെയ്യാൻ പറ്റും, ജനാധിപത്യമാണ്, ജനാധിപത്യ ഇന്ത്യയാണ്. ഇതങ്ങ് പൊളിഞ്ഞങ്ങ് നാശമായി. ഇതാണ് പ്രൈമറി ആയിട്ട് ഫസ്റ്റ് പോയിന്റ്. പിന്നീട് പോലീസിന് മനസ്സിലാകുന്നില്ല. അവർ 16 കഴിഞ്ഞിട്ട് 22ഓളം മെട്രോ സ്റ്റേഷൻ അടച്ചു. അവിടെ മുഴുവനും ജാമർ വെച്ചു. അതായത് ടെലിഫോൺ ചെയ്യാനോ മറ്റുള്ള പരിപാടിയോ മറ്റേ മെസ്സേജുകൾ അയക്കാൻ പറ്റുന്നില്ല. അതിനടുത്ത്, അതായത് ജന്തർ മന്ദിരടുത്തുള്ള എല്ലാ കടകളും, ചായക്കട, സിഗരറ്റ്, ബീഡി, അങ്ങനെയുള്ള എല്ലാ കടകളും അത് മുഴുവനും അടച്ചു. കാരണം അവരുദ്ദേശിച്ചു ഇവർക്ക് വെള്ളം കിട്ടത്തില്ല, ആഹാരം കിട്ടത്തില്ല, കാരണം ചൂടാണ്. അതിനിടയ്ക്ക് ചിലപ്പം മഴ പെയ്യും, കാരണം ഇവർക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല. ഇതാണ് ഈ ബ്ലണ്ടർ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഈ അമിത്ഷായും മോദിയും അയാളുടെ ക്യാബിനറ്റിലുള്ളവരും അവരെ അഡ്വൈസ് ചെയ്യുന്നവരും മനസ്സിലാക്കണം, ഇത് കാശ്മീർ അല്ല ഡൽഹി എന്ന് പറയുന്നത്. അതാണ് ഇവന്മാർ മണ്ടന്മാരാന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. അമിത്ഷാ ഉദ്ദേശിച്ചത് എന്തുവാ? നല്ലൊരു ലാത്തി ചാർജും പോലീസിൻ്റെ ബ്രൂട്ടാലിറ്റി കയറി അങ്ങോട്ട് അടിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് തൊലഞ്ഞ് നാശമായി പോകും. ഇതായിരുന്നു ഇവരുടെ ധാരണ. അപ്പം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഉണ്ടായ സംഭവം എന്തുവാ? ഇതിനൊരു കുറവും വന്നിട്ടില്ല. അതായത് ഞാൻ ഡൽഹിയുടെ കാര്യം പറയാം, മറ്റുള്ള സിറ്റിയുടെ കാര്യം പിന്നെ പറയാം. എന്തുകൊണ്ടാണ് കുറവ് വരാത്തത്? ആളുകളങ്ങ് കൂടുകയാണ്. ഈ ജന്തർ മന്ദിറിലായിരുന്നു കോൺസെൻട്രേഷൻ മുഴുവൻ. അവിടെ നിന്ന് ഇത് മാറി KG മാർഗിലോട്ട് വന്നു. അവിടെ നിന്ന് ഇത് മാറിയിട്ട് കൊനാട്ട് പ്ലേസിലോട്ട് വരുന്നു. അവിടെ നിന്ന് ഇത് കാരണം ആൾക്കാരങ്ങ് കൂടുക. ഇപ്പം ഡൽഹി പോലീസിൻ്റെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ, അയാൾ ഞാൻ എൻ്റെ പഴയ സുഹൃത്ത്, അപ്പം ഞാൻ അയാളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമാണ്, ഗവൺമെൻറ്റും ഇവിടുത്തെ ഈ ഇൻ്റലിജൻസ് ഏജൻസികൾ കംപ്ലീറ്റ് പരാജയപ്പെട്ടു. അതാണ് അയാൾ പറഞ്ഞ കാര്യം. കാരണം ഡൽഹി പോലീസിന് പോലും പിടികിട്ടുന്നില്ല എവിടുന്നാണ് ഇത്രയും ആൾക്കാർ വരുന്നത്. മെട്രോ സ്റ്റേഷൻ അടച്ചിട്ടേക്കുക, ബസ്സുകൾ മുഴുവൻ അതുവഴി ഓടാൻ സമ്മതിക്കുന്നില്ല. പിന്നെ എവിടുന്നാണിത് വരുന്നത്? ഇതാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാരെ പറ്റി ഇന്നും ഈ പറയുന്ന മോദിയാണെങ്കിലും വലിയ സംഭവമാണെന്ന് പറഞ്ഞ അമിത്ഷായ്ക്കും അതിനെപ്പറ്റി പിടികിട്ടിയിട്ടില്ല. ഇതാണ് ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ ചില തെളിവുകളുണ്ടായി. എന്താണ് പോലീസ് ഗവൺമെൻറ്റിനോട് ഇപ്പോൾ പറയുന്നത്? കാരണം അവരെ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫയർ ചെയ്യേണ്ടി വരും. ഫയറിങ് വല്ലതും നടന്നാൽ ആലോചിച്ച് നോക്കുക. ഈ പ്രൊട്ടസ്റ്റേഴ്സിനെതിരെ ഫയർ ചെയ്താൽ, വെടിവെപ്പ് നടത്തിയാൽ 100% മോദി പോകും. കാരണം ഇന്ത്യ മുഴുവൻ ഇത് വൈഡ് സ്പ്രെഡ് ആവുകയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് 8ഓളം മന്ത്രിമാരാണ് എൻഗേജ്ഡ് ആയത്. എന്താണ് അവസാനം ഗവൺമെൻറ് പറയുന്നത്? CJP എവിടെ പറയുന്നു അവിടെ ഞങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ്. എവിടെ പറയുന്നു? നിങ്ങൾ സമയം തീരുമാനിക്കുക, ഞങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ്.
CJP അത് തള്ളിക്കളഞ്ഞു. അവർ പറഞ്ഞു ആദ്യത്തെ ഞങ്ങൾ പറഞ്ഞ അജണ്ട വെച്ച് നമുക്ക് ഡിസ്കഷൻ നടത്താം, കണ്ടീഷനിലായിരിക്കണം ചർച്ചയെന്ന് പറയുന്നത്. ഇതാണ് മരമണ്ടന്മാരായ സംഘപരിവാറിൻ്റെ തീവ്ര ആൾക്കാർക്ക് പിടികിട്ടാതെ പോയത്. ഇത് യുവജന രോക്ഷമാണ് സംഭവം. ഇവരെല്ലാം BJPയും മോദിയും പിന്തുണച്ച ഇന്ത്യയിലെ അർബൻ ക്ലാസ്സാണിവർ. അവരെയാണ് പിണക്കിയിരിക്കുന്നത്. മണ്ടന്മാരാണ് ഇവന്മാർ. അതാണ് ഞാൻ പറഞ്ഞത്, CJP ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ, കാരണം എൻ്റെ വീട്ടിലുണ്ട് 2 പിള്ളേർ. ഈ മകളോട് ഇതിനെപ്പറ്റി ചോദിക്കും, അവൻ ജോലിക്കങ്ങ് പോകും. അപ്പോൾ അവൾ ഈ കോളേജിൽ പഠിക്കുന്ന, അവൾക്കിതിൻ്റെ മുഴുവനും പൾസറിയുക. പോയി CJP പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തുക. അവർ പറയുന്നത് ഈ സമരം ഈ പറയുന്ന പ്രധാനമൊന്നും രാജിവെച്ചാൽ തീരുന്നതല്ല, ഇത് ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ നടത്തുന്ന സമരമാണ്. അതുകൊണ്ട് ഇത് വൈഡ് സ്പ്രെഡ് ആകും. അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് ആൾക്കാർ ഇരച്ചു വരുന്ന ചെറുപ്പക്കാർ. നീറ്റ് എക്സാമിനേഷനോ അതിനൊക്കെ മുകളിലോട്ട് ഈ സംഭവം പോയി. കാരണം ലാത്തി ചാർജ്, അതേപോലെയുള്ള ലാത്തി ചാർജ് അമിത്ഷാ കാണിച്ച മരമണ്ടത്തരമാണ് കാണിച്ചത്. ഒരിക്കലും പ്രൊട്ടസ്റ്റിനെതിരെ അങ്ങനെ ലാത്തി ചാർജ് ചെയ്യരുത്. കാരണം ഇന്നത്തെ ഡിജിറ്റൽ ലോകമാണ്, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. അപ്പം ഒരു പെൺകുട്ടിയുടെ, നിങ്ങൾ കണ്ടു കാണും, ആ പുറകിൽ കൂടെ ലാത്തി വെച്ച് കുത്തുന്നൊരു രംഗം. അതേപോലെ തന്നെ ഒരു പോലീസുകാരൻ ഒരു പെൺകുട്ടിയെ ഗ്രോപ്പിംഗ്, ആ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടി പിടിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഉണ്ടായൊരു സംഭവം നിങ്ങൾക്കറിയോ? ഇത് മനസ്സിലാക്കിയിരിക്കണം. ഈ സംഘപരിവാറുകാരൻ മരമൊണ്ണകൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഡൽഹിയുടെ ചെറുപ്പക്കാർ എന്താ സംഭവിച്ചതെന്നറിയോ? സിവിലിയൻ ഡ്രസ്സിലൊക്കെ അടിച്ച പല പോലീസുകാരനുണ്ട്. അവരുടെ വീടുകളിൽ പോയി ഇവരെ തല്ലി. ആലോചിക്കണം, അവരുടെ വീടുകളിൽ പോയി തല്ലി. അതാണ് ഞാൻ പറഞ്ഞ ഡൽഹിക്കാരെന്ന് പറഞ്ഞ ചെറുപ്പക്കാരെന്ന് പറയുന്നത് കൂടെ വളരെ സിൻസിയറും ആത്മാർത്ഥതയുള്ളവരാണ്. അവരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എന്താണ് ഡൽഹി പോലീസ് പറയുന്നത് ഗവൺമെൻറ്റിനോട്? കാരണം തടയാൻ പറ്റുന്നില്ല. കാരണം അതേപോലെയാണ് ആളുകൾ രാത്രിയും പകലും ഒഴുകുന്നത്. ഇത് ശമിപ്പിക്കാൻ പറ്റുന്നില്ല. ഗവൺമെൻറ്റിനോട് പറയുകയാണ് ഇത് ഡിസ്കസ് ചെയ്ത് മാറ്റുക. അതായത് ഡൽഹി പോലീസിൻ്റെ കമ്മീഷണർ സ്ഥിരമായിട്ട് അവിടെ ഒരു സീനിയർ DCPയെ ഈ സമരം നടത്തുന്നിടത്ത് നിർത്തിയിരിക്കുകയാണ് കുട്ടികളുമായിട്ട് സംസാരിക്കാൻ. ഇന്നലത്തെ മിനിഞ്ഞാത്ത സംഭവം നിങ്ങൾക്കറിയോ? ഇത്രമാത്രം ആൾക്കാർ കൂടി. അതിനിടയ്ക്ക് പഞ്ചാബിൽ നിന്ന് നിഹംഗ്, അതായത് ഖൽസ എന്ന് പറയുന്ന, കാരണം വാരിയേഴ്സാണ്, അവർക്ക് വാളും കൊണ്ട് നടക്കാം, ഗവൺമെൻറ് പെർമിറ്റഡ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക. पुलिस वाले को बहुत कुटा भाई। അതിനകത്ത് അവർ പോലീസിനെ അടിക്കുകയാണ് രാത്രിയിൽ. 10-60 പോലീസുകാർ എവിടെയെങ്കിലും കൂടി നിൽക്കുന്നു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട്. 10,000-2000 പേരാണ് ഒരുമിച്ചങ്ങ് പോകുന്നത്. ഇതാണ് ഡൽഹി പോലീസുകാരൻ പറഞ്ഞത്, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഗവൺമെൻറ്റിന് പേടിയായി. ഇത് നേപ്പാളിനെ പോലും ബംഗ്ലാദേശ് പോലെ സംഭവിക്കുമോ? പേടിയായി. അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്ര മുംബൈ സിറ്റിയിൽ 4 പ്രതിഷേധം നടക്കുന്നത്. പൂനെയിൽ നടക്കുന്നു, നാഗ്പൂരിൽ നടക്കുന്നു, ഔറംഗാബാദിൽ നടക്കുന്നു. മനസ്സിലാക്കുക, ജയ്പൂരിൽ നടക്കുന്നു, ആഗ്രയിൽ നടക്കുന്നു. സിറ്റികളിലോട്ട് ഇത് പടരുകയാണ്. അതാണ് ഇന്നത്തെ ഡിജിറ്റൽ റവല്യൂഷൻ്റെ ഏറ്റവും വലിയ സംഭവം. ഇവിടുത്തെ മീഡിയ, ഗോദി മീഡിയ മുഴുവനും പോലീസിനെ അടിച്ചു. ഈ സമരം ഒന്നിനും വേണ്ടി അവർ സ്ഥിരമായിട്ട് പറയുന്ന ആൾക്കാരത് കാണുന്നില്ല. അതായത് ജനങ്ങൾക്ക് ഇവിടുത്തെ മീഡിയ, അതായത് സാറ്റലൈറ്റ് മീഡിയയും പത്രങ്ങളെയും വിശ്വാസവും ഇല്ലാതായി. ആ തലത്തിലോട്ട് ഇതിനെ കൊണ്ടെത്തിച്ച് മോദിയാണ്. ഇപ്പം മോദിയാണ് പ്രശ്നക്കാരൻ, പ്രധാനമല്ല ഇപ്പോഴും. ഈ പറയുന്ന ചർച്ച പ്രധാനമൊന്നും രാജിവെച്ചാൽ നിൽക്കത്തില്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, ഇത് ഫർദർ ഇങ്ങനെ പോകും. ഈ പ്രൊട്ടസ്റ്റ് നീണ്ടു നിൽക്കുമ്പോൾ ഇന്ത്യയിൽ മുഴുവനും ഇപ്പോഴുണ്ടായിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ആൻറ്റി മോദി ഉണ്ടായി, ആൻറ്റി BJP ഉണ്ടായി, ആൻറ്റി RSS ഉണ്ടായി.
കാരണം ഈ ബി ജെ പിക്കാരെയൊക്കെ കിട്ടുന്നിടത്ത് അടി കിട്ടാൻ തുടങ്ങി. ഡൽഹിയിൽ ഞാൻ വെറുതെ പറയുന്നതല്ല. പല ആൾക്കാരും ബി ജെ പിയുടെ കൊടിയും ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർക്കിട്ട് അടി കിട്ടാൻ തുടങ്ങി. ആരാ ഇതിന് കാരണമുണ്ടാക്കിയത്? ഈ നീറ്റ് എക്സാമിനേഷൻ ഇത്ര പ്രാവശ്യം പ്രശ്നം ലീക്ക് ഉണ്ടായ സമയത്ത് സിമ്പിളായിട്ട് ഗവൺമെൻറ് ആ മന്ത്രിയോട് മാറിപ്പോകാൻ പറയുന്നു, വേറൊരാളെ വെക്കുന്നു, അതിൻ്റെ അകത്ത് റീഫോം സ്ട്രക്ചർ എന്തോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതൊന്നും എല്ലാം ഏകാധിപത്യത്തിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കും. അതായത് കാശ്മീരിൽ ഈ പറയുന്ന ആൾക്കാരെ വെടിവെച്ച് ഈ സംഭവം അങ്ങ് തീർത്തു. അതേപോലെ ഡൽഹിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് പൂർണ്ണമായിട്ടും അങ്ങ് തെറ്റി. ഗവൺമെൻറ് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടറായി. ഗവൺമെൻറ് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം അവർക്കറിയാം ഈ സമരം നിൽക്കാൻ പോകുന്നില്ല. മറ്റൊരു സംഭവം പറയട്ടെ. ഇന്ന് ന്യൂഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ NDMC അവർ കൊനാട്ട് പ്ലേസിലുള്ള എല്ലാ കടകളും ഓഫീസുകളും 6 മണിക്ക് ശേഷം അടയ്ക്കാൻ ആവശ്യപ്പെട്ടേക്കുക. എന്താ കാര്യം? അവരുടെ ധാരണ അവിടുന്ന് കൊടുക്കുന്ന ആഹാരം, അതായത് ആൾക്കാർ ബുക്ക് ചെയ്ത് കൊടുക്കുന്ന ആഹാരം, അതുകൊണ്ടാണ്. അവിടെയും തെറ്റി. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ഈ താമസിക്കുന്നത് ദ്വാരകയിലാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം എനിക്കറിയാവുന്ന ഒരു സ്ത്രീയാണ്, തമിഴ്ത്തിയാണ്, കാരണം കോയമ്പത്തൂരുകാരിയാണ്. അവർക്ക് നല്ലപോലെ മലയാളം അറിയും. തമിഴ് ബ്രാഹ്മണ സ്ത്രീയാണ്. അവരുടെ ഹസ്ബൻഡ് ഇവിടെ ഗുഡ്ഗാവിലൊരു വലിയ കോർപ്പറേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് 2 മക്കളുണ്ട്, 2 പെൺപിള്ളേരാണ്. അപ്പം ഒരാൾ അമേരിക്കയെ പഠിക്കുന്നു, ഒരാൾ UK പഠിക്കുന്നു. ഈ പെൺകുട്ടികൾ അമ്മയോട് പറയുകയാണ്, അതായത് ഈ സമരം തുടങ്ങിയ ശേഷം അവിടെ സമരം ചെയ്യുന്നവർക്ക് ആഹാരം വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കണം. ഉള്ള സംഭവമായത്. അവർ പക്ക BJP ആണ് ഈ പറയുന്ന ഫാമിലി. എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം അവർ ചെയ്യുന്ന സമരം നല്ല കറക്റ്റ് സമരമാണെന്നാണ് ഈ പെൺകുട്ടികൾ പറയുന്നത്. എനിക്ക് 2 പെൺകുട്ടികളെ അറിയാം. കൊച്ചു കുട്ടികളായിട്ടിരുന്ന് അവർ പഠിക്കാൻ വേണ്ടി പോയേക്കും. എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഈ 2 പെൺകുട്ടികളും പറയുന്നത് ഇനി അവർക്ക് അവിടുത്തെ പഠനം കഴിഞ്ഞ് ആ രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം പഴയതുപോലല്ല, തിരിച്ച് ഇന്ത്യയെ വരണം. പക്ഷേ ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടാകണം. മോദിയുടെ ജനാധിപത്യമല്ല ഈ കുട്ടികൾ കാണുന്ന ജനാധിപത്യം. അതുകൊണ്ട് ഈ കുട്ടികൾ നടത്തുന്ന സമരം കറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഈ സമരം എന്ന് പറയുന്ന പ്രധാന രാജ്യമോ ഈ സംഭവത്തിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. മോദിയെ കൊണ്ട് ഈ പറയുന്ന പാർട്ടികൾ പോവുകയുള്ളൂ. 100% പറയാം. ഈ സമരം നീണ്ടു നിൽക്കുമ്പോൾ ഇന്ത്യയിൽ മുഴുവൻ ഇത് കത്തുകയാണ്. ഡൽഹിയിൽ കത്തുകയാണ്. അത് ഇന്ത്യൻ സിറ്റിയിലോട്ടങ്ങ് വ്യാപിക്കുകയാണ്. എവിടെ കൊണ്ടിട്ട് പിടിച്ചു നിർത്തും? മഹാരാഷ്ട്രയിൽ എന്താണ് ഉണ്ടായത്? ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും ഈ BJP വോട്ടേഴ്സാണ് വന്നിരിക്കുന്നത്. അവരാണ് ഈ സമരം ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. മോദിയും അമിത്ഷായും ഈ പറയുന്ന BJPയിൽ അവർ വിചാരിച്ചത് അവരെ കൊണ്ട് ഇത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. കാരണം ഒരു സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റ്. അപ്പോഴും ഞാൻ ആദ്യത്തെ പല CJPയുടെ അതിൻ്റെ അകത്ത് പറഞ്ഞു, ഇത് മോദിയെയും കൊണ്ടേ പോകത്തുള്ളൂ. അണ്ണാ ഹസാരയുടെ സമരമൊന്നും അല്ല ഇത്. ഇതിനകത്ത് ചെറുപ്പക്കാരാണ് മുഴുവൻ. കാരണം തൊഴിലില്ലായ്മ വലിയ ഇഷ്യൂ ആണ് ഇന്ത്യയിൽ. തൊഴിൽ വേണോ, ജയിൽ വേണോ, മരിക്കണോ, ഇതിൽ ഈ 3 കാര്യങ്ങൾ പോകുന്നത്. അപ്പം ജനാധിപത്യം വേണം, അത് ഇഷ്യൂ തന്നെയാണ്. അതിനു വേണ്ടിയുള്ള സമരമാണ് നടക്കുന്നത്. അപ്പം ഇതിനെ അനുകൂലിച്ച് ഇഷ്ടം പോലെ മലയാളികൾ വരുന്നുണ്ട്. കാരണം അവരെന്താ പറയുക? കാരണം കേരളത്തിലെ മലയാളിയുടെ ഒരു DNA ഉണ്ട്. അവനെപ്പോഴും ജനാധിപത്യവാദികളോ ഉറപ്പായിട്ടും ഇന്ത്യൻ DNA തന്നെയാണ്. അവർക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഗൾഫിലെ മലയാളികൾ ഇഷ്ടം പോലെ സൊമാറ്റോയിലും മാജിക് പിന്നിലൊക്കെ ആഹാരം ഈ പറയുന്ന ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അതായത് ഹ്യൂജായിട്ടുള്ള സപ്പോർട്ട് ബേസ് ഉണ്ടായി. ഇതാണ് ഞാൻ പറയുന്നത്, ഡൽഹിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റരുത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവും, ഈ പറയുന്ന പല ഗുരുദ്വാരകളിലും പോയി ഇവിടുത്തെ പോലീസും ഏജൻസികളും പറഞ്ഞ് ഈ കുട്ടികളെ കയറ്റരുത്, അവർക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കരുത്. ഗുരുദ്വാരക്കാർ ഒന്നടങ്കം തള്ളി ദൂരെ കളഞ്ഞു. അവർ പറഞ്ഞു ആ കുട്ടികൾ വരും, അവർക്ക് ആഹാരം കൊടുക്കും, അവർക്കിവിടെ കിടക്കാൻ സൗകര്യം കൊടുക്കും, അവരുടേതാണ് ഈ ഗുരുദ്വാര. സിഖുകാർ ഒന്നടങ്കം ഇതിൻ്റെ, അതായത് ഡൽഹി കൂടുതലും പഞ്ചാബികളാണ്. ഹിന്ദു പഞ്ചാബികളും സിഖ് പഞ്ചാബികളും. ഈ സിഖുകാരും ഹിന്ദുക്കളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം വാരിയേഴ്സായിട്ട് പോകുന്നവരാണ് സിഖുകാരെന്ന് പറയുന്നത്. അപ്പോൾ അവരൊന്നടങ്കം ഈ കുട്ടികളുടെ കൂടെ നിൽക്കുകയാണ്. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഡൽഹിയിലുണ്ടായിരിക്കുന്ന ഈ സമരം
ഇന്ത്യയിൽ മുഴുവനും കത്തിപ്പടരും. മോദിയുടെ അണ്ടകടാഹം ഇത് കലങ്ങും. കാരണം അയാൾ ഉദ്ദേശിക്കുന്ന ഗുജറാത്ത്. അവിടെ ഈ പത്തേദാറും പട്ടേൽ സമരം അതൊന്നുമല്ല ഇവിടുത്തെ സമരം. ഇവിടുത്തെ സമരത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം ഈ ഗോദി മീഡിയ മോദിയെ ഉണ്ടാക്കി ഇവിടെ ജനാധിപത്യം നശിപ്പിക്കാൻ ശ്രമിച്ചു. അതിനെതിരെയാണ് ഈ സമരം. ആ സമരം മോദിയെയും കൊണ്ടേ പോകൂ, അമിത്ഷായും കൊണ്ടേ പോകൂ. അതായത് മോദിയുടെ അവസാന നാളുകളിലേക്കാണ് ഇനിയുള്ള ഇന്ത്യയുടെ ഓരോ ദിവസം. ഗ്ലോബലായിട്ട് മോദി നാശമായി കളഞ്ഞു. ഗ്ലോബൽ മീഡിയ മുഴുവനും ഈ പോലീസ് അട്രോസിറ്റിയും ബ്രൂട്ടാലിറ്റിയും മോദിയെ നാശമാക്കി കളഞ്ഞു. ആ മോദിയുടെ വിശ്വഗുരു വെറു കുരുവായി മാറി. അതാണ് CJP ലോകത്തെ മുഴുവനും കാണിച്ചത്. മോദി ഒരു പടക്കമായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് ഷോ ചെയ്ത് കൊടുത്തു. അതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. മോദിയുടെ ഇമേജ് താറുമാറാക്കി കളഞ്ഞു. അതായത് മോദി ഒന്നുമല്ല എന്നും അയാൾക്ക് ഈ രാജ്യത്തെ ഭരിക്കാനും യുവാക്കളുടെ കാര്യങ്ങൾ അറിയാൻ അയാൾക്ക് കഴിവില്ല എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് മോദി ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നിരിക്കുന്നത്. യുവാക്കളുടെ കൂടെയാണ്, ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് ഉണ്ടാക്കും, 18ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ഗവൺമെൻറ് ഒന്നും മിണ്ടിയില്ല. അതായത് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ, മനോഹരമായ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തകർത്തയാളാണ് മോദിയും കൂട്ടരും, പ്രത്യേകിച്ച് സംഘപരിവാർ. അതിനവർ കൊടുക്കേണ്ട വിലയെന്ന് പറയുന്നത് അതിഗുരുതരമായിരിക്കും. ഏകദേശം 1 ലക്ഷത്തോളം സർക്കാർ സ്കൂളുകളാണ് ഇന്ത്യയിൽ അടച്ചുപോയത്. അതിന് ഉത്തരവാദി മോദിയും കൂട്ടരുമാണ്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് വരാനുള്ള ദിവസങ്ങൾ നിങ്ങൾ കണ്ടോണം. മോദിയെയും കൊണ്ട് ഈ പാറ്റകൾ പോവുകയുള്ളൂ. മോദിയെ തൊലച്ചു കളയും ഈ പാറ്റകൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.